പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകുമല്ലേ? അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ട് US പ്രസിഡൻസ് കൂടിയാണെങ്കിലോ? എന്നാൽ അങ്ങനെ ഒരു ക്രേസി കോൺസ്പിറസി തിയറിയുണ്ട്. 100 വർഷത്തിന്റെ വ്യത്യാസത്തിൽ രണ്ട് അമേരിക്കൻ പ്രസിഡൻസിന്റെ ലൈഫിൽ നടക്കുന്ന അമ്പരപ്പിക്കുന്ന സാമ്യതകൾ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു തിയറിയാണിത്. ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയിട്ടുള്ള, മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള US പ്രസിഡൻസ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കണെ കുറിച്ചും ജോൺ എഫ് കെനഡിയെ കുറിച്ചുമാണ്. എബ്രഹാം ലിങ്കൺ കോൺഗ്രസിലേക്ക് ഇലക്റ്റഡ് ആകുന്നത് 1846 ജോൺ എഫ് കെനഡി ആണെങ്കിലോ 1946 ലിങ്കൺ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതോ 1860 ജോൺ എഫ് കെനഡി പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 1960 അതായത് കൃത്യം 100 വർഷത്തിന്റെ വ്യത്യാസം. ഇരുവരുടെയും വൈസ് പ്രസിഡന്റ്സ്മാരുടെ പേരിലും ജനിച്ച വർഷത്തിലും പോലും സാമ്യതയുണ്ട്. ലിങ്കന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺസൺ അഥവാ ആൻഡ്രൂ ജോൺസൺ ജനിച്ചത് 1808 അതുപോലെ തന്നെ ജോൺ എഫ് കെനഡിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള LB ജോൺസൺ ജനിച്ചതോ 1908 ഈ രണ്ട് പ്രസിഡന്റ്സിന്റെയും ലൈഫിൽ വലിയൊരു ദുഃഖമുണ്ടായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അവരുടെ ഒരു മകനെ നഷ്ടമാകുന്നുണ്ട്. ഈ രണ്ട് US പ്രസിഡന്റ്സുമാരുടെ മരണം കൊലപാതകമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഇവർ രണ്ടുപേരും മരിച്ചത് വെള്ളിയാഴ്ച തന്നെ വെടിയേറ്റ് ഭാര്യമാർ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ്. ലിങ്കണെ കൊന്നത് ജോൺ വൈക്സ് ബൂത്ത് എന്നൊരാളാണ്. കെനഡിയെ കൊന്നതോ ലീ ഹാർവി ഓസ്വാൾഡ് എന്നാളും. ഈ കൊലപാതകങ്ങൾ ചെയ്ത രണ്ടു പേർക്കും 3 പേരുകളുള്ള പേരുകളാണുള്ളത്. ഈ രണ്ടാളുടെ പേരിലും കൃത്യം 15 അക്ഷരങ്ങളുമാണുള്ളത്. ലിങ്കണെ ഒരു തിയേറ്ററിൽ വെച്ച് തലയ്ക്ക് വെടിവെച്ച് കൊന്നതിന് ശേഷം ബൂത്ത് ഓടി രക്ഷപ്പെടുന്നത് ഒരു വെയർഹൌസിലേക്കാണ്. കെനഡിയെ ഒരു വെയർഹൌസിൽ വെച്ച് തലയ്ക്ക് വെടിയേറ്റിട്ട് ഈ കൊലപാതകിയായിട്ടുള്ള ഓസ്വാൾഡ് ഓടി ഒളിക്കുന്നതോ ഒരു തിയേറ്ററിലേക്കും. എബ്രഹാം ലിങ്കണ് കെനഡി എന്ന പേരുള്ള ഒരു പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരുന്നതായിട്ടും ജോൺ എഫ് കെനഡിക്ക് ലിങ്കൺ എന്ന പേരുള്ള ഒരു സെക്രട്ടറി ഉണ്ടായതായിട്ടും പറയപ്പെടുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം കൃത്യമായിട്ടുള്ള തെളിവില്ല. ഈ അമ്പരപ്പിക്കുന്ന സാമ്യതകളെല്ലാം കൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ലിങ്കണ് പൂർത്തിയാക്കാൻ സാധിക്കാതെ വെച്ച കുറച്ച് കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പിന്നെയും പുനർജനിച്ചതെന്നും, എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻഫിനിറ്റി വാറിൽ 14 കോടി തവണ സാധ്യതകൾ നോക്കിയിട്ടും ഫ്യൂച്ചർ മാറ്റാനായിട്ട് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ എത്ര ടൈം ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാലും, നമ്മൾ വേറെ ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും, നമ്മുടെ വിധിയെന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്ന് തന്നെയായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം.